മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ഒരു കിഡ്ഡൻ വാല്യൂ ഫോർ മണി ഗെയിമിംഗ് സെറ്റ് എടുക്കണം. ഹലോ ഹായ് ചേട്ടാ, ഹായ്. ഓ സോറി, ആക്ച്വലി ഞാൻ നോക്കണം നമ്മുടെ നിയോ 10R ആയിരുന്നു. നിങ്ങളുടെ വാല്യൂ ഫോർ മണി, സോറി, എക്സ്ക്യൂസ് മീ. ചിരിക്കടാ ചിരിക്കുന്നീ, എൻ്റെ ഒടുക്കത്തെ ചിരിയത്. IQ Neo 10R നമുക്ക് 8S Gen 3, നിങ്ങൾക്ക് വരുമ്പോൾ 8S Gen 4, പിന്നെ എന്നാ 6500 IQ Neo 10R ഉണ്ട്, നിങ്ങൾക്ക് 7000 വരുന്നുണ്ട്. അവിടെ 80 വാട്ട് അഡാപ്റ്ററാണ് IQ Neo 10Rന് വരുന്നത്, ഇവിടെ 120 വാട്ട് വരുന്നുണ്ട്. ഇതിന് വേണ്ടി എക്സ്ട്രാ 5000 രൂപ വെറുതെ സ്പെൻഡ് ചെയ്യണം. നല്ല വ്യത്യാസമുണ്ട് ഞാനും ഇവരും തമ്മിൽ. ചേട്ടൻ പണി സ്പെക്ക് ഒന്ന് ചോദിച്ചു നോക്ക്, ഞാനും പറയാം അവനും പറയട്ടെ. എന്നാൽ ഓക്കെ, ഞാൻ ഓരോ ഏരിയാസ് ചോദിക്കാം. ഡിസ്പ്ലേ 5500 നിറ്റ്സ് ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ്, 4500 നിറ്റ്സ് ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ്, 3000 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 2000 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്, 4320 ഹെർട്സ് PWM ഡിമ്മിങ്, 3840 ഹെർട്സ് PWM ഡിമ്മിങ്. ഇവൻ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഡിസ്പ്ലേക്കകത്ത് വിഷ്വൽ എൻഹാൻസ്മെന്റ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ എനിക്കുണ്ടല്ലോ എൻഹാൻസ് ഡിസ്പ്ലേ എഫക്ട്സിനകത്ത് വിഷ്വൽ എൻഹാൻസ്മെന്റ് ഉണ്ട്, അതേപോലെ MEMC സൂപ്പർ റെസൊല്യൂഷൻ, രണ്ട് നല്ല പെർഫോമൻസ്. നിങ്ങൾക്ക് 8S Gen 3, ഇവിടെ 8S Gen 4, അത്രയല്ലേ ഉള്ളൂ ഡിഫറൻസ്. ഹലോ, LPDDR5X അൾട്ര റാം ടൈപ്പ്, LPDDR5X റാം, രണ്ടുപേർക്കും വേപ്പർ ചേമ്പർ കൂളിംഗ്. പിന്നെ വ്യത്യാസം എന്താ? 7000 mm² അൾട്രാ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം, 6043 mm² വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ. എന്താ മോനെ, ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് നമുക്ക് വന്നാൽ കൊള്ളൂലേ? ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറോ? ആന സംഭവം തള്ളാണോ ഉള്ളതാണോ? IQ 12-ലുണ്ടായിരുന്ന സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 ഇതിലുണ്ട്. എനിക്ക് Q1 ചിപ്പ് ഉള്ളത് കാരണം ഗെയിം വിഷ്വൽ എൻഹാൻസ്മെന്റ് ഉണ്ട്, ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ ഉണ്ട്, ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ ഉണ്ട്. അവന് ഇതില്ലാത്ത കാരണം ആകെ ഒറ്റ ഓപ്ഷൻ പോലും ഇല്ല. ആകെ പിന്നെ വിഷ്വൽ എൻഹാൻസ്മെന്റ് ഒരു ബേസ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ IQ Neo 10R. ക്യാമറയെ പറ്റി പറയണ്ട, എനിക്കറിയാം. സോണി IMX8821 രണ്ടുപേരും യൂസ് ചെയ്യണം. പിന്നെ 8 MB അൾട്രാവൈഡ് വരുന്നുണ്ട്, 32 MB സെൽഫി. കറക്റ്റ് അല്ലേ? ഉറപ്പിക്കാവോ? ക്യാമറ, ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS റെക്കോർഡിങ് എനിക്കുണ്ട്. എനിക്കും ഫ്രണ്ട് ക്യാമറ 4K ഉണ്ട്, പക്ഷേ 4K 30 പറ്റുള്ളൂ. എനിക്ക് പോർട്രേറ്റിൽ 1x 1.5x 2x പോകാൻ പറ്റും. പോർട്രേറ്റ് എനിക്ക് 1x ഉണ്ട്, 2x ഉണ്ട്. ഇങ്ങോട്ട് തന്നെ ഇത് രണ്ടും. ഇനി നിങ്ങളാണ് പറയേണ്ടത്, IQ Neo 10 വേണോ അതോ IQ Neo 10R വേണോ?